ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഇന്ന് 2025 ഫസ്റ്റ് വീഡിയോ ആണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കുമായിട്ട് എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കൊണ്ട് ലൈഫിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ വർഷം ഒരുപാട് നല്ലതും ചീത്തയെല്ലാം നടന്നിട്ടുണ്ടായിരിക്കും. അതിൽ നല്ലത് മാത്രം എടുത്തിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യുക. ഈ വർഷം അതുപോലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്ന ടോപ്പിക് വെയിറ്റ് ലോസിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ ഓൾറെഡി തന്നെ വെയിറ്റ് ലോസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രൊഡക്ട്സ് ഉപയോഗിച്ചുള്ള വെയിറ്റ് ലോസിനെ കുറിച്ച് ഡീപ്പായിട്ട് നമ്മുടെ ഈ ചാനലിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ മാത്രമല്ല വേറെ കുറച്ച് വെയിറ്റ് ലോസ് മെത്തേഡ് കൂടെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണെന്ന് പറയണത്. അപ്പോ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് തന്നെ മെയിൻ ആയിട്ട് എല്ലാവരും എടുക്കുന്ന ഒരു റെസൊല്യൂഷൻ ആണ് 2025 ആയിക്കോട്ടെ ഏതൊരു വർഷം തുടങ്ങുമ്പോഴായിക്കോട്ടെ എല്ലാവരും എടുക്കുന്ന ഒരു റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ ബോഡി ശ്രദ്ധിക്കണം. ഇപ്പൊ വെയിറ്റ് ഉള്ള ആളുകൾ വെയിറ്റ് കുറയ്ക്കാനായിട്ടും വെയിറ്റ് കുറവുള്ള ആൾക്കാർ വെയിറ്റ് കൂട്ടാനായിട്ടും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകൾ നല്ലൊരു ഹാബിറ്റിലോട്ട് വന്നിട്ട് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം മാറ്റാനായിട്ടും ഒരുപാട് റെസൊല്യൂഷൻസ് ഓരോ വർഷത്തിന് തുടക്കത്തിൽ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊരു വർഷം അവസാനിക്കുമ്പോൾ ഒരിക്കലും ആ തുടക്കത്തിലുള്ള തീരുമാനം നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു വർഷത്തിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നല്ല റിസൾട്ട് എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോ എല്ലാ വർഷവും എടുക്കുമ്പോൾ എല്ലാ വർഷവും തന്നെ ഉള്ള ഒരു റെസൊല്യൂഷനിലുള്ള ഒരു തീരുമാനമാണ് നമ്മുടെ എല്ലാവരുടെയും വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. മസ്റ്റ് ആയിട്ടും എല്ലാവർക്കും ഉണ്ടായിരിക്കും വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത്. ചിലപ്പോൾ ഒരുപാട് വെയിറ്റ് ഉള്ള ആൾക്കാരായിരിക്കും, ചിലപ്പോൾ ഒരു 5 കിലോ 10 കിലോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വെയിറ്റ് ഉള്ള ആളുകളായിരിക്കും. അപ്പൊ എല്ലാവരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് പ്രോപ്പർ ആയിട്ട് ചെയ്യണമെന്നായിരിക്കും. അതായത് റോങ് ഈറ്റിംഗ് ഹാബിറ്റ് കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റ് കൂടുന്നത്. അപ്പൊ ഈറ്റിംഗ് ഹാബിറ്റ് എല്ലാം മാറ്റി നല്ല ഹാബിറ്റിലോട്ട് വന്നിട്ട് ആരോഗ്യത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ ബോഡിയെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് എല്ലാവരും എല്ലാ വർഷത്തിന്റെയും തുടക്കം ഓരോ തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ തീരുമാനങ്ങൾ നടക്കാൻ സാധിക്കാത്തത്? ഇപ്പൊ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റുകൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര കിലോ വെയിറ്റ് കൂടുതലാണെങ്കിൽ പോലും നിങ്ങളുടെ ഹാബിറ്റ്സിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ ആ ഒരു ഹാബിറ്റിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ ആ ഹാബിറ്റിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് അതെല്ലാം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഹാബിറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു കോച്ചിന്റെ അടുത്ത് സറണ്ടർ ആവുക. ഇപ്പോൾ നമുക്ക് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് നടക്കുന്നുണ്ട്. വേറെ ഒരുപാട് മെത്തേഡ്, നമുക്ക് ജിമ്മിൽ പോകാം, വർക്ക്ഔട്ട് ചെയ്യാം, നടക്കാം, അതുപോലെ ഫാസ്റ്റിംഗ് എടുക്കാം. അങ്ങനെ ഒരുപാട് മെത്തേഡ് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്. അപ്പൊ ഏത് വെയിറ്റ് ലോസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ശരീരത്തിന് നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ടാണോ വെയിറ്റ് ലോസ് കിടക്കണേ എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. അതല്ലാതെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും വെയിറ്റ് ലോസ് നടക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടൊരു വെയിറ്റ് ലോസ് നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കോച്ചിന്റെ ഗൈഡൻസ് വേണം. അതിപ്പോ ഏതൊരു കോച്ചായിക്കോട്ടെ, ജിമ്മിലെ കോച്ചായിരിക്കാം, അതിലെ ന്യൂട്രീഷൻ കോച്ചായിരിക്കും, അല്ലെങ്കിൽ വെൽനസ് കോച്ചായിരിക്കാം, അതിലെ ഹെർബാലൈഫിന്റെ കോച്ചായിരിക്കും, ഏതൊരു കോച്ചായിക്കോട്ടെ ഒരു കോച്ചിന്റെ അടുത്ത് പോയി സറണ്ടർ ആവുക. എന്നിട്ട് പറയുക എനിക്ക് ഇത്ര കിലോ വെയിറ്റ് കുറയ്ക്കാനുണ്ട്, അതിനുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത് തരാൻ പറയുക. ഇപ്പൊ ഒബിയസ്ലി നമ്മളൊരു കോച്ചിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റ് ആയിട്ട് അതിന് ഫീസ് അടക്കേണ്ടി വരും. പക്ഷെ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ ബോഡിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നടക്കുന്ന കാശിന് ഒരിക്കലും നിങ്ങൾ ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാര്യം നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തും നമ്മുടെ ലോകത്ത് നേടാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞ ഒരു സാധനം നിങ്ങൾക്ക് റെസൊല്യൂഷൻ ആയിട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഒരു കോച്ചിന്റെ അടുത്ത് പോയി സറണ്ടർ ആവുക. കോച്ചിന്റെ അടുത്ത് സറണ്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ തന്നെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. എല്ലാ തവണത്തെ പോലെ ഈ തവണയും വെയിറ്റ് ലോസ് എന്നുള്ള റെസൊല്യൂഷൻ മാത്രം ആവാതെ കൃത്യമായിട്ട് റിസൾട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഒരു കോച്ചിന്റെ അടുത്ത് ഒരു ഗൈഡൻസ് എടുത്തു. കോച്ച് പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നാൽ പോലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം നമ്മൾ ചെയ്താൽ മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ആ കാര്യം എന്താ കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ആണ്. നിങ്ങൾ ഡേ 1 തൊട്ട് നിങ്ങളുടെ എൻഡ് റിസൾട്ട് എടുക്കുന്നതോടെ വരെ കൺസിസ്റ്റൻസി വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങളുടെ കോച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഡെയിലി ബേസിൽ കറക്റ്റ് ആയിട്ട് ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കോച്ചിന് ഷെയർ ചെയ്യുക. കോച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം വരുത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് കൺസിസ്റ്റൻസി വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൺസിസ്റ്റൻസി ഇല്ലാതെ ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, 3 ദിവസം ചെയ്തു, 4ാമത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ റെസൊല്യൂഷനിലെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല.
അപ്പൊ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏത് വെയിറ്റ് ലോസ് മെത്തേഡിലും യൂസ് ചെയ്യാം. ഹെർബലൈഫിന്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ജിമ്മ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഫാസ്റ്റിംഗ് യൂസ് ചെയ്യാം. ഏതൊരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്നൊരു മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് ഇവിടെ ആരും പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ എന്താണെങ്കിലും ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണെങ്കിലും തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ഒരു കോച്ചിന്റെ ഗൈഡൻസിൽ മാത്രം കൃത്യമായിട്ട് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുക. അതല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യരുത്. കൃത്യമായിട്ട് ഒരു കോച്ചിന്റെ ഗൈഡൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ കൺസിസ്റ്റന്റ് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. മോണിറ്ററിംഗ് പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. കൃത്യമുള്ള ഡയറ്റ് പ്ലാൻ തരത്തുള്ളൂ. കൃത്യമുള്ള വർക്കൗട്ട് പ്ലാൻ തരത്തുള്ളൂ. കാരണം എല്ലാം കൃത്യമായിട്ട് തരത്തുള്ളൂ. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം തന്നാൽ പോലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കാര്യമാണ്. കോച്ചിനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ പറ്റിക്കാതിരിക്കുക. നല്ല റിസൾട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അതെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഡെയിലി ബേസിൽ കാര്യം ചെയ്യുകയാണെങ്കിൽ കൺസിസ്റ്റൻസി ഈസിക്കൽ ടു നിങ്ങളുടെ സക്സസ്ഫുൾ റിസൾട്ട്. തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. കൺസിസ്റ്റൻസി ഇല്ലാതെ നിങ്ങൾ ഏത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാലും ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടാണെങ്കിലും വേറെ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കത്തില്ല. അപ്പോൾ ഈ തവണത്തെ ന്യൂ ഇയർ റെസൊല്യൂഷനിൽ നമുക്ക് വെയിറ്റ് ലോസ് എന്നൊരു ഘടകം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് പറഞ്ഞ പോയിന്റുകളെല്ലാം തന്നെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് നല്ല റിസൾട്ട് എടുക്കുക. നിങ്ങളുടെ ബോഡിയെ ട്രാൻസ്ഫർ ചെയ്യുക. നല്ല ഹെൽത്തി ആയിട്ട് ഈ 2025 നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഹെർബലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടാണ് വെയിറ്റ് ലോസ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുന്നതിലുള്ള എല്ലാ ഹെൽപ്പ് ചെയ്തു തരുന്നതാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇത്ര നേരമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഈ 2025 ഒരുപാട് വീഡിയോസ് ഇറക്കുന്നുണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഹെർബലൈഫുമായി ബന്ധപ്പെട്ടോ ഹെർബലൈഫ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ടോ ഹെർബലൈഫ് ഫോളോ അപ്പുമായി ബന്ധപ്പെട്ടോ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുന്നതിനുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അപ്പൊ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. എല്ലാവരെയും ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.